ഒറിജിനൽ സ്കോക്ക് ഖലീഫ, ഡയറക്ടർ വൈശാഖ്, റൈറ്റർ ജിനു വി എബ്രഹാം. അദ്ദേഹത്തിന് തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ജിനു എബ്രഹാം ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ഒരു പുരാവസ്തു ഗവേഷകനെ പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം 90s-ലും 2000-കളിലൊക്കെ നമ്മൾ കണ്ട് ക്ലീഷേഡ് ആയിട്ടുള്ള കുറേ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഫീൽഡ് ഔട്ട് ആവാൻ വരെ കാരണമായിട്ടുള്ള തരത്തിലുള്ള ഒരു സിനിമ. DOP ജോമോൻ ടി ജോൺ ISC, എഡിറ്റർ ചമൻ ചാക്കോ ഓവർ ടൈം ആണെന്ന് അറിയാലോ, ഓണായതുകൊണ്ട്. ജെക്സ് വിജയെ പോലെ തന്നെ. അപ്പം ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ വൈശാഖിൻ്റെ യൂഷ്വൽ മേക്കിംഗ് പരിപാടിയല്ല, കുറച്ചുകൂടെ എന്താ പറയുക, ഒരു അർബൻ സ്റ്റൈൽ മേക്കിംഗ് ആണ് ഇതിൽ വൈശാഖ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പരിപാടി തന്നെയാണ് ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ളത്, ജോമോനും ചമൻ ചാക്കോയും. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ജെക്സ് വിജോയ്, അറിയാലോ ഓൾറെഡി. അത് പക്ഷേ കുറേ തവണ ഓവർ യൂസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതുപോലെ തന്നെ ഈ ചമൻ ചാക്കോയുടെ പരിപാടി പറയുകയാണെങ്കിൽ ഈ പൃഥ്വിയുടെ പ്രൊഫൈൽ, സൈഡ് പ്രൊഫൈൽ, വാക്ക്, സ്ലോമോ, അതിൻ്റെ സ്കോർ പരിപാടി, പിന്നെ മഷ്റംസയുടെ കോസ്റ്റ്യൂം, ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറേ സീൻസ് ഇതിനകത്തുണ്ട്. പക്ഷേ അത് ഭയങ്കര റിപ്പീറ്റേഷൻ, കുറേ സീൻസ് ഈ സാധനം വെച്ചിട്ട് തന്നെ വീണ്ടും വീണ്ടും കുറേ പ്രാവശ്യം വരുന്നുണ്ട്. ഇനി ഇതൊരു ആക്ഷൻ പടമാണല്ലോ. ഇതിൽ യാനിക് ബെൻ, ചേതൻ ഡിസൂസ, അതുപോലെ തന്നെ ഫീനിക്സ് പ്രഭു, ഇവർ 3 പേര് ചെന്നിട്ടാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ ആക്ഷൻസ് പരിപാടി കൊള്ളാം. ബട്ട് അഗെയിൻ അതും ഓരോ ആക്ഷൻ സീക്വൻസും പ്രത്യേകമായിട്ട് കൊറിയോഗ്രാഫ് ചെയ്ത് ഭയങ്കര ഡിഫറൻസ്, ഭയങ്കര അപ്പീലിങ്. അങ്ങനെ ഒന്നാമത് ഈ സിനിമയ്ക്ക് തീരെ ഒരു ബിൽഡപ്പോ എലിവേഷനോ ഒന്നുമില്ല. ഇവർക്ക് കുറേ പരിപാടികൾ വേണം, ഇതിൽ കുറേ ആക്ഷൻ സീക്വൻസസ് വേണം, കുറേ ചേസിങ് വേണം, കുറച്ച് മാസ് ഡയലോഗ്സ് വേണം. പിന്നെ ഓഫ് കോഴ്സ് പൃഥ്വിരാജിൻ്റെ ഓറ, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, പരിപാടി, സ്ക്രീൻ പ്രസൻസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് കുറച്ച് കയ്യടി വേണം എന്നുള്ള പരിപാടിക്ക് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു കണക്ഷനും ഇല്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ ഇൻട്രോ ആണ്. പുള്ളിയുടെ ഇൻട്രോ ഫൈറ്റോട് കൂടി വേണം. അപ്പം സഞ്ജു ശിവറാം പറയുക, കുറച്ച് നാൾ മുൻപ് ഒരു ഫൈറ്റ് നടന്നിട്ട് എന്തായി, ഒടിയനുണ്ടായിരുന്നു പണ്ട് ഇതുപോലെ. കഴിഞ്ഞ ദിവസം ഒടിയൻ കുറേ ആളെ തല്ലി. അതായത് ആ ഫൈറ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച് ആ ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് അട്ടിയടാന്നുള്ള സാധനം വേണ്ടേ? ഇതൊന്നുമില്ല. യെസ്, പൃഥ്വിരാജ് ഇൻട്രോ, ഇതാ വരാൻ പോകുന്നു, ഇതാ ഫൈറ്റ്, പിടിച്ചോന്ന് പറഞ്ഞ് അടി, കല്ലപ്പിലടി, അങ്ങനെ കുറേ അടികൾ. ഇതിൽ ചില സീനിലൊക്കെ ഒരു ഖൂർക്കയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഏതൊരു നേപ്പാളി എങ്ങാണ്ട് വന്നടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് ഇതിൽ ഏറ്റവും കിടു ആക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കുറേ പരിപാടികൾ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഗോൾഡ് സ്മഗ്ലിംഗ് ആണ്. അത് എസ്പെഷ്യലി മലബാർ, കോഴിക്കോട്, കൊടുവള്ളി, ഇവിടുത്തെ. പിന്നെ അത് കുറേ പൊളിറ്റിക്കൽ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. ഇതിൽ ഷമീദ് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട്. അപ്പോൾ പുള്ളിയെ ഓഫ് കോഴ്സ് പാർട്ടിയായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ മലബാറിലെ ചില ഗോൾഡ് സെറ്റപ്പായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്. പുള്ളി വാ കൊഫപ്പൊസ പുള്ളി വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ കൊഫപ്പൊസ മറ്റേ ആസിഫ് അലീൻ്റെ മറ്റേ സാധനമല്ലോ, ബുസ് പോലെ ഇന്ദ്രൻസ് ഫുൾ കൊഫപ്പൊസ. പിന്നെ അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്. പിന്നെ രഞ്ജി പണിക്കൻ്റെ ഒരു ക്യാരക്ടറുണ്ട് അച്ഛനായിട്ട്. പുള്ളി ഇതിൽ നൈസായിരുന്നു. പുള്ളി, ഞാൻ എപ്പോഴും പറയുന്ന, പുള്ളി എയർ പിടിച്ച് ഇതുവരെ എയർ പിടുത്തമില്ല. ഒരു പഞ്ചപ്പാവും പക്ക അച്ഛനായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു സീൻ, പർട്ടിക്കുലർ ഒരു സീൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഗണ്ണെടുത്ത് വെച്ച് ചെയ്യുന്ന പരിപാടിയുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ ടോപ്പ് ലെവൽ പരിപാടിയാണ് രഞ്ജി പണിക്കർ. പിന്നെ മോഹിനി അമ്മയായിട്ട്. പിന്നെ ഇതിൽ കോവിഡ് ടൈമിൽ ഫീൽഡ് ഔട്ടായ നടിയുണ്ട് മാളവിക ശർമ്മ, തെലുങ്കന്ന്. അവരെ കൊണ്ടുവന്ന് ക്രിഞ്ചടിപ്പിച്ച്. അതായത് ഒരു അൻവർ സമയത്തിൽ പൃഥ്വിരാജില്ലേ, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ആ പൃഥ്വിരാജിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ഫിസിക്കും പരിപാടിയും ചാമിങ് ഒക്കെ ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ. പട്ടികളുടെ കോമ്പിനേഷൻ ഈ മലബാർ ഭാഗമായതുകൊണ്ട് കുറേ കുത്തിത്തിരികെ മാപ്പിളപ്പാട്ട്, കൈൻഡ് ഓഫ് ഖാലിദ് റഹ്മാൻ കൈൻഡ് ഓഫ് സ്റ്റഫ്, അങ്ങനത്തെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടായിരിക്കും. ഇൻട്രോയിൽ സോങ് ഉണ്ട്, വീണ്ടൊരു സോങ് ഉണ്ട് ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ വേറൊരു സോങ് ഉണ്ട്. 3 സോങ്സ് ഒരു ആക്ഷൻ പടത്തിനകത്ത് ഫസ്റ്റ് ഹാഫ് തന്നെ ഉണ്ട്, ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ സമയത്ത് പൃഥ്വിരാജിൻ്റെ ഒരു സെക്കൻഡ് ഇൻട്രോ എന്താ പറഞ്ഞ് മലബാർ മഗ്രാത്ത്, ഇയാൾ മലബാർ മഗ്രാത്താണ്. അപ്പം അങ്ങനെ വന്നിട്ട് ബോൾ ചെയ്യുന്ന അടിക്കുന്ന. അപ്പോൾ സഞ്ജോക്ക് ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് ചുറ്റിക്കളിയും പരിപാടിയൊക്കെ ഇട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര, അതായത് ഇങ്ങനെ പടത്തിനകത്ത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ഇടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നീൽ നിതീഷ്, പുള്ളി അറിയാലോ കത്തിയിലെ വില്ലൻ. അപ്പോൾ
അദ്ദേഹത്തിന്റെ ലുക്സും അതിന് ജേക്സ് കൊടുക്കുന്ന സ്കോറും വരവും. പിന്നെ വില്ലനായിട്ട് ശിവജിത്ത് ഉണ്ട്, കലാപ്രതിഭ ശിവജിത്ത് അറിയാലോ, കൽക്കിയിലെ വില്ലൻ. അപ്പൊ പുള്ളി ഇതില് പക്ക കോമഡി പീസാണ്. അവസാനം മറ്റേ ഫെന്റാസ്റ്റിക് ഫോറിലെ ബെൽഗ്രീമിനെ പോലെയൊക്കെ വരുന്നുണ്ട്, കണ്ടാ ചിരി നിർത്താൻ പറ്റൂല. പുള്ളിയെ കാണുമ്പോഴേ അവസാനമായപ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നു, പുള്ളിയെ കാണിക്കുമ്പോഴേ ചിരി നിർത്താൻ പറ്റുന്നില്ല. അപ്പം ഇതിലിങ്ങനെ കുറേ സീൻസ് എഴുതി വെക്കുക, ജയിലിനകത്തുള്ള സീന്. പിന്നെ എന്താ പണ്ട് മറ്റേ അഹമ്മദ് അലി കണ്ടുപിടിച്ച എന്തോ സാധനത്തിൻ്റെ എന്തോ കുറേ സീനുകൾ, അതൊക്കെ ആയപ്പോഴേക്ക് ബോറടിച്ച് തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഹാഫിന് തൊട്ട് മുൻപ് ഒരു എയർപോർട്ട് സീൻ ഉണ്ട്, അത് അത്യാവശ്യം നല്ല നൈസായിരുന്നു. ആ ഒരു പരിപാടി, ആ ഒരു സീക്വൻസ്, അതിൽ കുറേ പേര് ഇതിൽ കുറേ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്, മിന്നായം പോലെ. മറ്റേ പെർഫ്യൂം ഉണ്ടാക്കുന്ന മുഹമ്മദ് യൂസഫ്, പിന്നെ മാമുക്കോയുടെ മോൻ ഡോക്ടർ സന്ദീപ്, കുഞ്ഞിക്കണ്ണൻ, അങ്ങനെ കുറേ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട് മിന്നായം പോലെ. പിന്നെ സ്വപ്ന സുരേഷായിട്ട് അഭിനയിച്ച നടി സിനൂജ സോമനാഥൻ, കറക്റ്റ് സ്വപ്ന സുരേഷ്. അപ്പം ഞാൻ പറഞ്ഞതാണ്, ഇതിലൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ആ സമയത്ത് ന്യൂസ് ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ഈ സ്വർണ്ണ കള്ളക്കടത്തും മറ്റേ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണ്ണം കടത്തിയുള്ള പ്രശ്നവും അതിൻ്റെ പേരുണ്ടായിട്ടുള്ള കൊടൂരമായിട്ടുള്ള കോൺട്രവേഴ്സീസും ന്യൂസ് ചാനലുകാരെ മാസങ്ങളോളം അറമാദിച്ചതും ആഷ്മി ഇതിനകത്തും വായിക്കുന്നുണ്ട് അവസാനം ന്യൂസ്. അപ്പോൾ ആ ഒരു പരിപാടി കംപ്ലീറ്റ്ലി പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാലോ, കരിപ്പൂരിൽ നിന്ന് സ്വർണം പൊട്ടിച്ചിട്ട് ഉണ്ടായിട്ടുള്ള കേസ്. ഇപ്പോൾ സ്വർണം പൊട്ടിക്കൽ കൊടുവള്ളി, കോഴിക്കോട് ഗോൾഡ് പരിപാടി. അപ്പം അതിന് ഒരു പിന്നെ ഓഫ് കോഴ്സ് മിഡിൽ ഈസ്റ്റ് കണക്ഷൻസ്. അപ്പോൾ ചില സീക്വൻസസ്, ചില പൃഥ്വിരാജിൻ്റെ ചില സ്റ്റൈലിഷ് ആയിട്ട് ലുക്സ്, വാക്സ്, ഞാൻ പറഞ്ഞ ഒരു പ്രൊഫൈൽ പരിപാടി, പിന്നെ ജെയ്ക്സിൻ്റെ സ്കോർ, ഇത് മാറി നിർത്തി കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്. അതായത് പുരാതനമായ സാധനം. കുറേ ഇപ്പോൾ അവരും വീട് ആക്രമിക്കുന്ന ഒരു സീന വേണം. അപ്പോൾ വീട് ആക്രമിക്കുന്നു, ജയിലിനകത്തൊരു സീൻ വേണം, നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേണം. പിന്നെ എക്സ്പ്ലോഷൻ വേണം, പിന്നെ ചേസ് വേണം, കുറേ എന്താ പറയുക ലക്ഷറി കാസ് വേണം, പിന്നെ ഫ്ലൈറ്റ്. ഇങ്ങനെ കാണിച്ചു പോകല്ലാണ്ട് നമുക്കിങ്ങനെ മാറി നിന്ന് കാണാം. 2.25 മണിക്കൂർ ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത് ഇങ്ങനെ ഒന്ന് നോക്കാം. ഇങ്ങനെയൊക്കെയാണല്ലേ പരിപാടി എന്നുള്ളതല്ലാതെ ഈ സിനിമയ്ക്കകത്തേക്ക് കയറാനോ ഈ കഥാപാത്രങ്ങളായിട്ട് ഒരു താതാത്മ്യം പ്രാപിക്കാനോ അവരുടെ കൂടെ സഞ്ചരിക്കാനോ ഒന്നും തോന്നാത്ത വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സിനിമ. മറ്റു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് മന്മഥൻ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല റോളാണ്. പിന്നെ സുധീർ കർമ്മനെ അത്യാവശ്യം നന്നായിട്ട് ഓർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചാക്കുണ്ണിയുടെ മകനായിട്ട് ജയരാജ് വയർ വന്നു പോകുന്നുണ്ട്. പിന്നെ ജോൺ വിജയ്, ഇത്തരം പടങ്ങളിലെ അവിഭാജ്യ ഘടകമാണല്ലോ ആര്, ജോൺ വിജയ്, തമിഴ്നാട്. അപ്പം ഇങ്ങനെ കുറേ പേര്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതൊരു കളവനുണ്ട്, ഒരു അപ്പാപ്പൻ സേട്ട്, നിസ്താർ സേട്ട് ഉണ്ട്. നിസ്താർ സേട്ട് ഇതിൽ ജയിലറായിട്ടാണ്, സേട്ടായിട്ട് വേറെ കളവൻ. അപ്പോൾ പുള്ളി ഒരു അപ്പാപ്പൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് ആര്, ലാലേട്ടൻ്റെ കഥാപാത്രം അഹമ്മദ് അലി, മമ്പറത്ത് അഹമ്മദ് അലിയുടെ മകനാണ് ആര്, രഞ്ജി പണിക്കർ. ഇപ്പം രഞ്ജി പണിക്കരിന് അത്യാവശ്യം നല്ല പ്രായമുണ്ട്, ശരിക്കുള്ള പ്രായം 65, അത് വിട്ടേക്ക്. ക്യാരക്ടറിൻ്റെ പ്രായം കൂട്ടി തന്നെ ഒരു 10-60 വയസ്സ് കാണും. പൃഥ്വിരാജിൻ്റെ പ്രായം കൂട്ടുകയാണെങ്കിൽ ഒരു 10-40 35 കൂട്ടിക്കോ കഥാപാത്രം. അപ്പോൾ ലാലേട്ടൻ്റെ കഥാപാത്രം ഏകദേശം 85-90 വയസ്സുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ, ഓണത്തിന് വന്നിട്ടുള്ള ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ, അതേപോലത്തെ ഒരു സെറ്റപ്പ് കൈൻഡ് ഓഫ് മേക്കപ്പാണ് ഇട്ടിരിക്കുന്നത്. ഈ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ലാലേട്ടൻ വന്ന സമയത്ത്, കാരണം ഇതെത്ര നാളായതൊരു ഈ പരിപാടിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലൂസിഫറിനകത്ത് ഓൾറെഡി പൃഥ്വിരാജ് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പം പൃഥ്വിരാജ് ഇത് കാണുന്നില്ലേ, പുള്ളി തന്നെ ചെയ്തു വെച്ച സാധനമാണ്. കറക്റ്റ് നിങ്ങൾ പടം കണ്ടാൽ മനസ്സിലാവും. ലൂസിഫറിൽ അവസാനം ലാലേട്ടൻ വരുന്നല്ലേ, ആ ഒരു വെതർ വരെ മഞ്ഞൊക്കെ ഇങ്ങനെ പാറുക, എന്നിട്ട് ലാലേട്ടൻ ഇങ്ങനെ വരിക. എന്തിനാ പോലെ ഇത് സ്കാമാണോ, ഇനി ഇങ്ങനെ പടം ഇറക്കുമോ, ഇനി ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ലാലേട്ടൻ ഫാൻസ് പടം കയറാൻ വേണ്ടി കാണും, അങ്ങനെ വലിയ മാർക്കറ്റ് ഉണ്ടാക്കാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇതൊക്കെ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് പരിപാടി നടക്കുള്ളൂ. ഇത് പരിപാടി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടനിൽ ആരുണ്ടായി കഴിഞ്ഞും കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ലാലേട്ടനെ വീണ്ടും ഇങ്ങനെ കൊണ്ടുവരിക ഗാമിയായിട്ട്. അപ്പോൾ ഇതാണ് ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച്. പിന്നെ എന്താ ലാലേട്ടനെ ഇപ്പം സീനിയർ മാൻഡ്രേക്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും ലാലേട്ടൻ കണ്ടാൽ ആൾക്കാർ കൈയടിക്കും ഫസ്റ്റ് ഡേ, അത് യാതൊരു തർക്കമില്ല. അത് വിചാരിച്ചിട്ട് ലാലേട്ടൻ്റെ കഥാപാത്രം, അതായത് ആ കഥാപാത്രത്തിന് ഉണ്ടാവേണ്ട ഒരു ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതല്ല. ലാലേട്ടൻ ഇപ്പോൾ അടുത്തിലുണ്ട്, അപ്പോൾ അവസാനം ഒരു സ്റ്റാറ്റസ് ഇടാനോ അല്ലെങ്കിൽ ഇവർക്ക് പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സാധനം. സോ വളരെ മോശം ഒരു സ്ക്രിപ്റ്റിനകത്ത് കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, കുറേ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുള്ള, കുറേ ക്യാമിയോസ് കൊണ്ടുവന്നിട്ടുള്ള ഇതിൻ്റെ സീക്വല് പോയിട്ട് ഇത് തന്നെ കണ്ടു തീർക്കാൻ പെട്ട പാട്.